ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ പാട്ട് വിശേഷത്തിന്റെ ഒരു പുതിയ അധ്യായം കൂടെ നമ്മൾ തുറക്കുകയാണ്. ഇന്നത്തെ പാട്ട് വിശേഷം മ്യൂസിക് തെറാപ്പിയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ഔസേപ്പ് അച്ഛൻ്റെ പാട്ടുകളാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. ഒത്തിരി മനോഹരമായ അനേകം പാട്ടുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഒരു രീതി പിന്നോട്ട് ഇതിൽ നിന്ന് തന്നെ മുന്നോട്ട് ഇങ്ങനെ ജൈത്രയാത്ര തുടരുക എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പാടുന്നത്. ആ പാട്ടിന്റെ ചില പ്രത്യേകതകൾ, ചില പാട്ടുകളുടെ ആ വേഗവും താളവും എല്ലാം വളരെ ആസ്വദിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഔസേപ്പിനെ കുറിച്ച് നമുക്ക് ഒന്ന് രണ്ട് വാക്കുകൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖനായ ഒരു സംഗീത സംവിധായകനാണ്. അനേകം മലയാള ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകർന്നിട്ടുണ്ട്. സംസ്ഥാനത്തും അതുപോലെ തന്നെ ദേശീയ പുരസ്കാരവും ഈ സംഗീത സംവിധാനത്തിന് അദ്ദേഹം നേടിയിട്ടുണ്ട്. തൃശ്ശൂരില് ഒല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. 1955 സെപ്റ്റംബർ 13 മേച്ചേരിൽ ലൂയിസിന്റെയും മാർത്തിരിയുടെയും മകനായി തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരിലാണ് ജനിച്ചത്. ചെറുപ്പം മുതലേ സംഗീതത്തോടുള്ള ഒരു വലിയ കമ്പം ഉണ്ടായിരുന്നു. ഒല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസവും തുടർന്ന് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജില് തുടർ വിദ്യാഭ്യാസവും നടത്തി. അന്നത്തെ പ്രമുഖ സംഗീത കൂട്ടായ്മയായിരുന്ന വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന ആ കൂട്ടായ്മയില് വയലിനിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഒരു നല്ല വയലിനിസ്റ്റായി പേരെടുത്ത ശേഷം അദ്ദേഹം തന്റെ താവളം മദ്രാസിലേക്ക് മാറി ഈണം എന്ന ചിത്രത്തിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയായിരുന്നു. ഭരതനോടുകൂടി അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രയോഗം. അതിനുശേഷം ഭരതന്റെ തന്നെ ആരവം എന്ന് പറയുന്ന ചിത്രത്തിലും സംഗീത സംവിധായകൻ നടത്തി. 1985 ഭരതന്റെ തന്നെ കാതോട് കാതോരം എന്ന ചിത്രത്തിലൂടെ ഒരു സ്വതന്ത്ര സംഗീത സംവിധായകനായി മാറി. ആ ചിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായ മമ്മൂട്ടി ഒരു വയലിനിസ്റ്റ് ആയിട്ടായിരുന്നു വേഷമിട്ടത് എന്നുള്ളത് ആ പാട്ടുമൊക്കെ നമ്മൾ സങ്കീർത്തനം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടുമൊക്കെ. അതിനുശേഷം വളരെ ശ്രദ്ധേയമായ മറ്റൊരു ചിത്രമാണ് ഉണ്ണികളെ ഒരു കഥ പറയാൻ. 1987 മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചരിത്ര ദേശീയ പുരസ്കാരം നേടിയതും അതുപോലെ തന്നെ ഒരേ കടൽ എന്ന് പറയുന്ന ചിത്രത്തിലെ പുരസ്കാരത്തിനോട് ചേർന്ന ഹിന്ദിയിലടക്കം 100-ൽ പരം ചിത്രങ്ങൾക്ക് അദ്ദേഹം ഈണം പകർന്നിട്ടുണ്ട്. 2008 ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന പ്രോഗ്രാം രചയിതാവായിട്ട് ഇതിനൊക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു ഭാഗമെന്ന് പറയുന്നത് 2011 പുറത്തിറങ്ങിയ ഡാം 999 999 എന്ന ഇംഗ്ലീഷ് ചിത്രത്തിന് വേണ്ടി മലയാളത്തിൽ 3 ഗാനങ്ങൾ അദ്ദേഹം ഈണം പകർന്നു. അതിലൊരു ഗാനം മലയാളമായിരുന്നു. ആ ചിത്രത്തെക്കുറിച്ചും ആ ചിത്രത്തിൽ അഭിനയിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ തിലകന്റെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാകാം. ഭാര്യയുടെ പേര് മറിയം എന്നാണ്. മക്കൾ കിരൺ, അരുൺ, അതുപോലെ പിന്നണികാരനായ ഫ്രാങ്കോ സഹോദരി പുത്രനാണ്. 2007 മികച്ച സംഗീത സംവിധായകൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരേ കടൽ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക്. 1987 മികച്ച സംഗീത സംവിധായകൻ കേരള സംസ്ഥാനത്തിന്റെ പുരസ്കാരം ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിലും അദ്ദേഹം നേടുകയുണ്ടായി. അനേകം സിനിമകൾ, ഈ സിനിമകളെല്ലാം നമ്മളുടെ ചെവിയിലൂടെ ആ പാട്ടുകളെല്ലാം നമുക്ക് പോകുന്നുണ്ട്. കാതോട് കാതോരം, വീണ്ടും, ചിലമ്പ്, പ്രണാമം, ജനുവരി ഒരു ഓർമ്മ, ഉണ്ണികളെ ഒരു കഥ പറയാം, ദിനരാത്രങ്ങൾ, മുകുന്ദേട്ട ഒരു സുമിത്ര വിളിക്കുന്നു, ഓർക്കാപ്പുറത്ത്, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ, ഒരു മുത്തശ്ശി കഥ, ഇങ്ങനെ അനേകം സിനിമകൾ അദ്ദേഹത്തിന്റെ
1985 മുതലുള്ള ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം സിനിമകൾ 2012 കാലഘട്ടത്തിൽ കർമ്മയോഗി, 2010 തിരുവൻപാടി തമ്പാൻ, ഇങ്ങനെ അവസാനം കുറെ ത്രീ കിങ്സ്, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിം എന്നുള്ളതിലും അദ്ദേഹം സംഗീത സംവിധാനങ്ങൾ നടത്തിയിരുന്നു. ചില ഹിന്ദി ചിത്രങ്ങളും അദ്ദേഹം സംഗീതം ചെയ്തിരുന്നു. റിക്കി ചക്ര 2003, ആക്രോസ്, അതുപോലെ ബംബം പോലെ 2010. ഇംഗ്ലീഷ് ചിത്രം നമ്മൾ പറഞ്ഞു ഡാം 999 2010. അപ്പൊ ഇങ്ങനെ സംഗീത ലോകത്ത് വളരെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ഔസേപ്പ് അച്ഛൻ എന്ന് പറയുന്നത്, തൃശ്ശൂരുകാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ അദ്ദേഹത്തിന്റെ പാട്ടുകളും അദ്ദേഹത്തിന്റെ ഈണങ്ങളും ഒക്കെ നമുക്കൊന്ന് ഓർത്തുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പോകാം. ഔസേപ്പ് അച്ഛനെ കുറിച്ച് എന്തെങ്കിലും ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാനുണ്ടോ? ഔസേപ്പ് അച്ഛന്റെ പാട്ടുകളുടെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത പാട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഒരു കാലഘട്ടത്തിന്റെ തന്നെ. കേൾക്കുന്നോ? ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? യെസ്. ഓക്കെ. താങ്ക് യു സാബു സാർ. സാബു സാറിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കുറെ നാളുകൾക്ക് ശേഷമാണ് എത്തിച്ചേരുന്നത്. അതിന്റെ ആ ഒരു സന്തോഷം ഒരുപാടുണ്ട്. കാരണം ഇന്നിപ്പോ എത്രയാണ്, 1256. അത്ഭുതത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കി കാണുന്നത്. നമുക്കൊക്കെ സാധാരണ ഞങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ഈ പരിപാടി ഒരു ദിവസം എങ്ങനെ അവതരിപ്പിക്കാതിരിക്കാം എന്നാണ് നോക്കുന്നത്. അതിന് കാരണങ്ങൾ കണ്ടെത്തുകയാണ് ഞങ്ങളൊക്കെ പതിവ്. പക്ഷെ സാബു സാറിന് 99 കാരണങ്ങൾ എതിരായാലും അദ്ദേഹത്തിന് ഒരേ ഒരു കാരണം മതി ഈ പ്രോഗ്രാം നടത്താനായിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പെർസീവറൻസ്, അദ്ദേഹത്തിന്റെ ആ ഡെഡിക്കേഷൻ, അതിനു മുമ്പിൽ ഒന്ന് നമസ്കരിക്കണം തീർച്ചയായിട്ടും. അത് നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഔസേപ്പ് അച്ഛൻ എന്റെ നാട്ടുകാരൻ കൂടിയാണ്. തൃശ്ശൂർ ഒല്ലൂരാണ് അദ്ദേഹത്തിന്റെ വീട്. ഒല്ലൂരിൽ നിന്ന് തൃശ്ശൂരിൽ നിന്ന് രണ്ട് പ്രസിദ്ധരായിട്ടുള്ള സംഗീത സംവിധായകരെ നമ്മൾ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഒന്ന് ജോൺസൺ മാഷ്, അദ്ദേഹം ഔസേപ്പ് അച്ഛന്റെ വീടും തമ്മിൽ ഏകദേശം 2 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ ഔസേപ്പ് അച്ഛൻ രണ്ടുപേരും വയലിനിസ്റ്റ് ആയിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ജോൺസൺ എല്ലാ ഉപകരണങ്ങളും വായിക്കുമായിരുന്നു. വയലിൻ മാത്രമല്ല, ഗിറ്റാർ, അങ്ങനെ എല്ലാ ഉപകരണങ്ങളും ജോൺസൺ വായിക്കുന്നു. ഒരു ഓൾറൗണ്ടർ ആയിരുന്നു. ഔസേപ്പ് അച്ഛൻ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വയലിനൊക്കെ എടുത്ത് വായിച്ച്, പിന്നെ പള്ളിയിലത്തെ ക്വയറിൽ വായിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഒരു വയലിനോട് ഒരു സ്നേഹം തോന്നിയത്. അന്നത്തെ ആ പള്ളിയിലത്തെ അച്ഛൻ അദ്ദേഹത്തിന് ഒരു ജർമ്മൻ വയലിൻ സമ്മാനമായി ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പ്രണയിച്ചത് മുഴുവൻ വയലിനെയായിരുന്നു. എപ്പോഴും കൂടെ കൊണ്ടുപോകണം. ഒരുപാട് നേരം പ്രാക്ടീസ്. അങ്ങനെ ഈ ജയചന്ദ്രൻ, എന്റെ നാട്ടുകാരൻ കൂടിയാണ് പി ജയചന്ദ്രൻ, ഗായകൻ, ഇരിങ്ങാലക്കുടക്കാരൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ഗാനമേളയൊക്കെ തൃശ്ശൂർ വരുമ്പോ, കേരളത്തിൽ അദ്ദേഹത്തിന്റെ ഗാനമേള വരുമ്പോൾ തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂറാണ് അവർക്ക് ഓർക്കസ്ട്രേഷൻ നൽകുന്നത്. അപ്പൊ ഈ ഓർക്കസ്ട്രേഷനിലെ അംഗങ്ങളായിരുന്നു ഔസേപ്പ് അച്ഛനും അതുപോലെ തന്നെ ജോൺസൺ മാഷും ഒക്കെ. അപ്പൊ ഈ ഒരു പരിചയം വെച്ചാണ് അന്ന് ജയചന്ദ്രൻ ദേവരാജ മാഷിക്ക് ജോൺസനെ പരിചയപ്പെടുത്തി കൊടുത്തതും. ദേവരാജ മാഷും പറഞ്ഞു, നല്ല ടെക്നീഷ്യൻ വയലിനിസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ ഈ ജയചന്ദ്രനാണ് ദേവരാജ മാഷ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. പിന്നീട് അത് ചരിത്രമായി മാറി എന്നുള്ളത്. ജോൺസൺ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ ഒരുപാട് നല്ല ഗാനങ്ങളൊക്കെ ചെയ്തു വെച്ച്, പക്ഷെ ആ കാലത്തിൽ നമ്മളേക്ക് വിട്ടുപോയി ആ ഒരു വിഷമം. പക്ഷെ ഇപ്പൊ 78 വയസ്സാണെങ്കിലും ഔസേപ്പ് അച്ഛൻ മാഷ് ഇപ്പോഴും നമ്മളുടെ കൂടെയുണ്ട്. ഇപ്പോഴും ഗാനങ്ങൾ ചെയ്തു തരുന്നു. ഒരുപാട് ഗൃഹാതുരത്വമായിട്ടുള്ള ഗാനങ്ങൾ. അദ്ദേഹത്തിന്റെ പാട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ നമുക്ക് അത്രയും മെലഡിയെ സ്നേഹിക്കുന്ന ഒരാള്. 60കളിൽ 70കളിലൊക്കെ ആയിരുന്നു മലയാള ഗാനത്തിന്റെ ഏറ്റവും നല്ല സമയം എന്ന് പറയാറ്. അതിനുശേഷം 90കളിൽ 80കളുടെ അവസാനത്തിലാണ് ഔസേപ്പ് അച്ഛനൊക്കെ വന്നത്. കാതോട് കാതോരം എന്ന സിനിമയോട് ഭരതനുമായിട്ട് ഒരു പ്രത്യേക അടുപ്പുണ്ടായിരുന്നു ഔസേപ്പ് മാഷക്ക്. അങ്ങനെ ഔസേപ്പ് അച്ഛൻ ഭരതനുമായിട്ടുള്ള ആ ഒരു കണക്ഷനിലാണ് ആദ്യമായിട്ട് സ്വതന്ത്ര സംഗീത സംവിധായകനായിരുന്നത്. ആ ഒരു വയലിൻ ബിറ്റിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗാനം തന്നെ ജനിക്കുന്നത്. നീ എൻ സർഗ സൗന്ദര്യമേ. ONV കുറുപ്പ് അദ്ദേഹം ഇതിന് ഈണം ഇട്ടിട്ടാണ് ONV വരി എഴുതിയത്. അപ്പൊ ONVയുടെ ഒക്കെ മുമ്പിൽ അദ്ദേഹം വളരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് നിൽക്കുന്നത്. അദ്ദേഹം വലിയൊരു എഴുത്തുകാരനും കവിയൊക്കെയാണല്ലോ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ടു, അപ്പൊ ONV ചോദിച്ചു, ഇത് എന്താ ഔസേപ്പ് അച്ഛൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് വാക്ക മലയാളത്തിൽ അതിനു വേണ്ടി ഉപയോഗിക്കുക, നീ ഇങ്ങനെ ഒരു ഈണം ഇട്ടാ? അപ്പൊ ഔസേപ്പ് അച്ഛൻ പറഞ്ഞു, അതിങ്ങനെയൊക്കെ എഴുതുക, നീ അല്ലെങ്കിൽ ഞാൻ, അങ്ങനെയൊക്കെ എഴുതാലോ നമുക്ക്. അപ്പൊ അതിൽ നിന്ന് പിടിച്ചിട്ടാണോ ONV
നീ എൻ സർഗ സൗന്ദര്യമേ എന്നുള്ളൊരു മനോഹരമായിട്ടുള്ള ഒരു പല്ലവി ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എൻ സർഗ 1, 2, 3 ആ വാക്കുകൾ അങ്ങനെയാണ് അതിൽ വിന്യസിച്ചിരിക്കുന്നത്. നീ ഒരു വാക്ക്, എൻ 2 വാക്ക്, സർഗ 3 വാക്ക്, സൗന്ദര്യമേ 4 വാക്ക്. എത്ര മനോഹരാണ്! ഒരു പല്ലവിയിൽ 1, 2, 3, 4 എന്നുള്ളൊരു ആ ഒരു ശ്രേണിയിലാണ് വാക്കുകൾ അടക്കി വെച്ച് അദ്ദേഹം മനോഹരമായിട്ടുള്ള ഒരു പല്ലവി ഉണ്ടാക്കിയത്. അത് ആ വയലിൻ ബിറ്റോട് കൂടി ഇനി ആരംഭിക്കുന്നത്. മലയാളികളൊക്കെ ഏറ്റെടുത്തു ആ പാട്ട് എന്ന് പറയാം. അത്രയും നീ എൻ സർഗ സൗന്ദര്യമേ, നീ എൻ സത്യ സംഗീതമേ, നിന്റെ സങ്കീർത്തനം സങ്കീർത്തനം ഓരോ ഈണങ്ങളിൽ പാടുവാൻ നീ തീർത്ത മൺവീണ ഞാൻ, നീ എൻ സർഗ സൗന്ദര്യമേ. അവിടെ നിന്ന് ആരംഭിച്ച അദ്ദേഹം ഇന്ന് ഏകദേശം 140ഓളം സിനിമകളിൽ നിന്ന് 560ഓളം സിനിമാ ഗാനങ്ങളുമായി മലയാളികളെ ഇപ്പോഴും മോഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. പ്രണയമായാലും വേദനയായാലും വിരഹമായാലും ദുഃഖമായാലും സന്തോഷമായാലും അതിലൊക്കെ ഔസേപ്പച്ചന്റെ വിരലടയാളങ്ങൾ, അടയാളപ്പെടുത്തലുകളുണ്ട് മലയാളികളുടെ മനസ്സിൽ. ഒരിക്കലും മാറ്റുവാൻ സാധിക്കില്ല. ആ 90കളിലൊക്കെ മെലഡിയും ഒരുപാട്, അതായത് ഇന്നെല്ലാം സംഗീതം ഒരുപാട് മാറിയിട്ടുണ്ട്. അതായത് ഇലക്ട്രോണിക് സംഗീതത്തിന്റെ ഒരു ബഹളമാണ് ഇന്ന് നടക്കുന്നത്. പക്ഷെ ഔസേപ്പച്ചന്റെ പാട്ടുകളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതില് ആ മെലഡി വിട്ട് അദ്ദേഹം ഒരിക്കലും അത് പുറത്തു കടന്നിട്ടില്ല. അതിൽ തന്നെയാണ് മലയാളികളെ അദ്ദേഹം തളച്ചിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികളുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സ്ഥിര പ്രതിഷ്ഠ നേടുവാനായിട്ട് സാധിച്ചത്. ചില പഴയ ഗാനങ്ങളൊക്കെ എടുത്താൽ മോഹൻലാലിന്റെ സുമിത്ര, എന്താണ്, മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഗാനം ഇല്ലേ? അതില് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നതിൽ ഏതാണ്? ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. ഷിബു ചക്രവർത്തിയുടെ മനോഹരമായിട്ടുള്ള രചനയാണ് അദ്ദേഹം പാട്ടാക്കിയത്. ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ, അത് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളാണ്. നമ്മളുടെയൊക്കെ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. അതെ, ഉണ്ണികളെ ഒരു കഥ പറയാനല്ലോ. ഇതൊന്നല്ല. ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. യെസ്, ഓക്കെ. ആ വരികളൊന്ന് വായിച്ചു നോക്കൂ. ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ എത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു. എത്ര മനോഹരമാണ്! ഷിബു ചക്രവർത്തിയുടെ രചനയും ഔസേപ്പച്ചന്റെ സംഗീതവും അതുപോലെ തന്നെ ആ സിനിമയിൽ നമ്മുടെ മോഹൻലാലും രഞ്ജിനിയും ഉള്ളവരുടെയൊക്കെ ആ നിഷ്കളങ്കമായിട്ടുള്ള ആ അനുഭവങ്ങൾ അല്ലെങ്കിൽ പ്രണയമൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നത് ഇത്തരം പാട്ടിന് അദ്ദേഹം കൊടുത്ത ആ ഒരു മാസ്മരികമായിട്ടുള്ള സംഗീതം തന്നെയാണ്. അല്ല, ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഒന്ന് ഈ പാട്ടൊക്കെ ഒന്ന് പാടി നോക്കൂ. നമ്മുടെ മറ്റവർക്ക് ആരും ഇല്ല ഇവിടെ സാറേ? അവരോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ. താങ്ക് യു സാർ. വെരി ഗുഡ്, അടിപൊളി, സൂപ്പർ പാട്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലൊരു വിങ്ങലില്ലാതെ നമുക്ക് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അത്തരത്തില് ഒരു പാട്ടുണ്ട് അദ്ദേഹത്തിന്റെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് ഒരാളെ കുറിച്ച് ഓർക്കുവാനായിട്ട് നമുക്ക് അവരുടെ സമ്മതം വേണ്ട എന്നുള്ളതാണ് നമുക്കൊക്കെ കിട്ടിയ ഏറ്റവും ബ്ലെസ്സിങ്ങുകളിൽ ഒന്ന് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു ഗാനത്തെ കുറിച്ചാണ് ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഈ പാട്ട് ഏതാണെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഹലോ, ഞാൻ ഓഡിയബിൾ അല്ലേ സാർ? ഹലോ, കേൾക്കാം, പറഞ്ഞു. കേൾക്കാം അല്ലെ? ഓക്കെ. അപ്പൊ ഒരു നഷ്ടപ്രണയത്തെ കുറിച്ച് ഞാനൊരു പാട്ടാണ്. അത് അടുത്ത ഇറങ്ങിയ ഒരു സിനിമയിലത്തെ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗാനാണ്. ഈ ഇതില് പ്രണയിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയൂ. പ്രണയമില്ലാതെ ലോകമില്ലല്ലോ.
പ്രണയമില്ലാതെ ലോകം തന്നെ ഉണ്ടാവില്ല. എല്ലാവരും പ്രണയിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പൊ നമ്മുടെ വിവാഹത്തിനൊക്കെ മുമ്പ് നമ്മളിപ്പോ പ്രണയിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ, അതായത് ഈ നായകനെ എന്താ പറയാ, നായിക ഇട്ടേച്ചു പോകുന്ന ഒരു പാട്ടാണ്. അങ്ങനത്തെ ഒരു പാട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നഷ്ടപ്രണയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പാട്ടായിരിക്കും ഇത്, അല്ലെ? അതായത് ലവർ ഇല്ലാത്തവർ വരെ ഈ പാട്ട് കേട്ട് കാമുകി ഇട്ടേച്ചു പോയി എന്നോർത്ത് കിടന്ന് ഫീൽ ചെയ്യുന്ന ഒരു പാട്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ഇത്രയൊക്കെ പറഞ്ഞിട്ട്. അതായത് ഇല്ലാത്ത കാമുകി പിണങ്ങി പോയി ആ സീനോർത്ത് ഇങ്ങനെ പാട്ട് ഇങ്ങനെ കരഞ്ഞിരിക്കുന്ന ഒരു പാട്ട്. ഔസേപ്പച്ചന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ് എന്ന് പറയാം. ഇപ്പൊ ജാതിയുടെയും മതത്തിന്റെയും ഒന്നും വേലിക്കെട്ടുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ എത്രയോ പേരുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു. അത്തരത്തിലുള്ളൊരു പാട്ടും കൂടിയാണത്. നമ്മുടെ രാജ്യത്തുണ്ടല്ല, അല്ലെ, ഈ ലോകത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിൽ 8 ഗ്രഹങ്ങളുണ്ട്, 200-ലധികം രാജ്യങ്ങളുണ്ട്, 7 കടലുകളുണ്ട്, 7077 ദ്വീപുകളുണ്ട്, 750 കോടി ജനങ്ങളുണ്ട്. എന്നിട്ടും നമുക്ക് വേണ്ടാത്ത ഒരാളുടെ പുറകെ നമ്മൾ പ്രേമിക്കാൻ പോവാണ്, അല്ലെ? കോടിക്കണക്കിന് ഇത്രയും ജനങ്ങളുണ്ട്. ഇതല്ല ഒന്ന് നോക്കൂ. ഏതാണെന്ന് പറയും. ആർക്കെങ്കിലും ഒന്ന് ഐഡിയ കിട്ടുന്നുണ്ടോ? ഇല്ല, ഒരു clue കൂടെ തരൂ. പിന്നോട്ട് നോക്കാതെ നീ പോകുന്നു, നീ മറയുന്നു ജീവന്റെ പിറയായ നീ. ഞാൻ ഇതിന്റെ അനുപല്ലവിയെ പറയണത്. പിന്നോട്ട് നോക്കാതെ പോകുന്നു നീ, മറയുന്നു ജീവന്റെ പിറയായ നീ. പാട്ടിന്റെ അനുപല്ലവിയാണത് വരികള്. വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതിയ മനോഹരമായിട്ടുള്ള വരികള്. അതായത് മനസ്സിൽ പിടിച്ചു നിൽക്കും. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? പ്രണയനഷ്ടം. ഒരു വിങ്ങലോടെ ഇല്ലാതെ നമുക്ക് ഈ പാട്ട് കേൾക്കാൻ പറ്റും. അത്രയും മനസ്സിൽ പതിഞ്ഞൊരു പാട്ടാ. അയാളും ഞാനും തമ്മിൽ. ചിത്രം അതാണ്. അയാളും ഞാനും തമ്മിൽ. അഴലിന്റെ ആഴങ്ങളിൽ ആ പാട്ട് ഒന്ന് വിട്ടേൻ സാർ. അത് ഞാൻ എടുത്തത് അഴലിന്റെ ആഴങ്ങളിൽ, അയാളും ഞാനും തമ്മിൽ സിനിമ. അല്ലേ? ആണോ? യെസ്, അത് തന്നെ, ഈ പാട്ട് തന്നെ. ഇത് വയലാർ ശരത്ചന്ദ്രവർമ്മ, നമ്മുടെ വയലാറിന്റെ മകനാണ് ഈ മനോഹരമായിട്ടുള്ള ഈ പാട്ട് എഴുതിയത്. നിഖിൽ മാത്യു എന്ന് പറയുന്ന ഒരു പുതിയ ഗായകനാണ് ഈ പാട്ട് പാടിയത്. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ഒരു വേദന എങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു പാട്ടാണ്. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോ, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി. ഇരുൾ ജീവനെ പൊതിഞ്ഞു ശീതൽ പ്രാണനിൽ മേഞ്ഞു കിതയ്ക്കുന്നു ശ്വാസമേ. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി, നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമാണ്. അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയി. അപ്പൊ നമ്മളാ നോവിന്റെ തീരങ്ങളിൽ ഞാൻ മാത്രമായി എന്നാണ് കവി പറയുന്നത്. അപ്പൊ പൃഥ്വിരാജിന്റെ ആ വിഷ്വലൈസേഷനും അതുപോലെ തന്നെ അതൊക്കെ ശരിക്കും മനസ്സിൽ വരികയാണ്. നോക്കൂ, പിന്നോട്ട് പോകാതെ, അതിന്റെ അനുപല്ലവി നോക്കൂ. പിന്നോട്ട് നോക്കാതെ നീ പോകുന്നു, നീ പിന്നോട്ട് പുറം തിരിഞ്ഞ് നോക്കാതെ അവൾ പോകുന്നു.
ജീവന്റെ പിറയായ നീ, എന്റെ ജീവന്റെ പിറയായ നീ പുറകോട്ട് നോക്കാതെ പോവുകയാണ്. ആ സങ്കടമൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട്, ആ ഭാവമൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട്, ആ മനോഹരമായിട്ട് അന്നെന്റെ ഉൾച്ചുണ്ടിൽ തേൻ തുള്ളി നീ, ഇനി എന്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ. അന്നെന്റെ ഉൾച്ചുണ്ടിൽ എന്നായിരുന്നു പ്രേമിക്കുമ്പോൾ, അന്നെന്റെ ഉൾച്ചുണ്ടിൽ നീ തേൻതുള്ളിയായിരുന്നു. പക്ഷെ ഇപ്പോഴോ ഇനി എന്റെ ഉൾപ്പൂവിൽ മിഴിനീരു നീ. ആ വരികളുടെ അർത്ഥം നമ്മുടെ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ആ പാട്ട് കണ്ണടച്ചുകൊണ്ട് ഒന്ന് കിടന്നിട്ട് ആ പാട്ടൊന്ന് കേട്ടോ. ഇന്ന് രാത്രി നിങ്ങൾക്കൊരു ഒരു ടാസ്ക് രാത്രി കേൾക്കുമ്പോഴേ അപ്പൊ ആ പഴയ കാലത്തെ പ്രണയം ഇട്ടേച്ചു പോയ ഇതൊക്കെ ശരിക്കും ഓർമ്മയിൽ വരും. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്. ആരെങ്കിലും ഒന്ന് പാടുമത്? ആരാ പാടുന്നേ? അത്രയും ഫീൽ ചെയ്യുന്നുണ്ടോ? ഒന്ന് പറയും. ഈ പാട്ടിനെ പറ്റി നിങ്ങളുടെ ഒരു അഭിപ്രായം പറയും. ഹൗ ഇറ്റ് ഫീൽസ് യു. എങ്ങനെ ഈ പാട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നു? റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയുമ്പോ കാമുകി മാത്രമല്ല കേട്ടോ, എല്ലാവരും നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ കൂടി ആവാം. കാമുകി എന്നൊരു ചെറിയ അർത്ഥം മാത്രം അതിന് കൊടുക്കരുത്. ഒരു വലിയ വലിയ അർത്ഥമുണ്ട്. നമ്മുടെ ബെറ്റർ ഹാഫ് എന്നുള്ള അർത്ഥം നമുക്ക് കൊടുക്കാം. അപ്പൊ അതൊക്കെ വരുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ അത് ആത്മാവിലേക്ക് സ്വാംശീകരിക്കാൻ പറ്റുക. ഒന്ന് പറയൂ, നിങ്ങളുടെ അനുഭവം പറയും ഈ പാട്ട് കേൾക്കുമ്പോ. സാബു സാറ് കേട്ടിട്ടില്ലേ ഈ പാട്ട്? പിന്നെ കേട്ടിട്ടുണ്ട്, തീർച്ചയായും കേട്ടിട്ടുണ്ടല്ലേ? സാറേ നല്ല അർത്ഥവത്തായിട്ടുള്ള പാട്ടാണ് സാറേ. കാരണം ചില പാട്ടുകൾ കേട്ടിട്ടാകുമ്പോ അതിന്റെ അർത്ഥം അതിന്റെ എന്താ ഉള്ളിലേക്ക് ഇങ്ങനെ വരികളിലൂടെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ശരിയായിട്ടുള്ള മീനിങ്ങും കൂടി അറിയുമ്പോഴാണ്. ആദ്യം നമ്മൾ പാട്ട് കേൾക്കുമ്പോ പാട്ട് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, പിന്നീട് പിന്നീടാണ് പിന്നെയാണ് അതിന്റെ അർത്ഥങ്ങൾ. അതെ അതെ അതെ, അത് വരികളും കൂടി വരുമ്പോഴാണ് അത് അത് കഴിയുമ്പോഴാണ് നമ്മൾ അതിന്റെ കഥാപാത്രമാണെന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത്. ശരിയാണ്. എല്ലാവരും അങ്ങനെ ആവുമ്പോഴല്ലേ കൂടുതൽ അത് നമ്മളിലേക്ക് വരുന്നത്, ആസ്വദിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഏതൊരു പാട്ട് കേൾക്കുമ്പോഴും നമ്മൾക്കൊരു സംഭവം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു സംഭവമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുമ്പോഴാണ് ആ പാട്ട് നമ്മൾക്ക് ഏറ്റവും എന്താ പറയുക അടുത്തൊരു ഗാനമായി തീരുന്നത്. ഗാനം മാത്രമല്ല, ഏതൊരു കാര്യമായിക്കോട്ടെ. നമ്മുടെ ചെറുപ്പകാലം ഓർക്കുമ്പോൾ നമ്മൾ ചെറുപ്പകാലത്തിൽ ഏറ്റവും ആദ്യം കേട്ട ഒരു ഗാനം ഏതാണ് മനസ്സിൽ വരുന്നത് നിങ്ങൾക്കൊക്കെ? ചെറുപ്പത്തിൽ ദേവദൂത് പാടി. അതല്ല, ഞാൻ അതല്ല ചോദിക്കുന്നത്. അതൊക്കെ ഇത് ഓക്കെ. നമ്മുടെ ചെറുപ്പകാലം, നമ്മുടെ ചൈൽഡ്ഹുഡ് നമ്മൾ ആലോചിക്കുമ്പോൾ നിങ്ങൾ കേട്ട ആദ്യത്തെ ഗാനം ഏതാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്, എന്റെ ചോദ്യം. അപ്പൊ നമ്മുടെ ചൈൽഡ്ഹുഡുമായി ബന്ധപ്പെട്ട ഒരു പാട്ട് നമുക്ക് കണക്ട് ആയിട്ടുണ്ടായിരിക്കും. എന്റെ ചെറുപ്പത്തിൽ ഞാൻ ആദ്യമായിട്ട് കേട്ടതും പാടിയതുമുള്ള പാട്ട് നമ്മുടെ ജയചന്ദ്രന്റെ കരിമുകിൽ കാട്ടിലെ എന്നുള്ളൊരു പാട്ടായിരുന്നു. അതാണ് എനിക്ക് ഓർമ്മയുള്ളത്. ആ പാട്ടാണ് ഞാൻ പാടിയത്. ഞാൻ ജനിച്ച വർഷവും ആ പാട്ടുണ്ടായ വർഷമൊക്കെ ഏകദേശം ഒന്നാണെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. അപ്പൊ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും സാറിന്റെ ജീവിതത്തിലും ഒരു പാട്ട് നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മളെ ഹോണ്ട് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യും എല്ലാവരും. എന്റെ മനസ്സിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്റെ പാട്ട് കദളിവാഴ കയ്യിലിരുന്നു അത് ഞാൻ 2 വയസ്സുണ്ടാകുമ്പോഴ് മുതല് ആരെങ്കിലും വിരുന്ന് വന്നാൽ അച്ഛൻ മടിയിലിട്ടിട്ട് മോളെ കാക്ക വാഴക്കൈയിലിരുന്ന പാട്ട് ഇവർക്ക് പാടിക്കൊടുക്കും പറയുമ്പോ സ്വിച്ചിട്ട പോലെ എല്ലാ വരികളും പാടും. അതെ അതെ, അത് ജിക്കി അല്ലേ മേഡം പാടിയത്? ജിക്കി എന്താ സാറേ? ജിക്കി അല്ലേ? ജിക്കി എന്ന് പറഞ്ഞ ഗായികയല്ലേ പാടിയത്? ജിക്കി കദളിവാഴ. അതെ അതെ അതെ, അതെ. അപ്പൊ നമ്മുടെ ചൈൽഡ്ഹുഡ്, അപ്പൊ നമുക്ക് ആ പാട്ടിനോട് ഒരു വല്ലാത്തൊരു അടുപ്പായിരിക്കും അത് അല്ലെ? എവിടെ കേട്ടാലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സാബു സാറിന്റെ ചെറുപ്പകാലത്ത് ആ പാട്ടൊന്ന് പറയൂ, ഏതാന്ന്? എന്റെ പറയൂ. രാജു ഫിലിപ്പ് സാറുണ്ട് അല്ലെ? ഓക്കെ, സന്തോഷം. സംഭവമാണ് അതെ അതെ, എ എം രാജയുടെ ആ ഒരു എന്താ പറയാ ഒരു പതിഞ്ഞ ഒരു ശബ്ദത്തിൽ പാടുമ്പോ ആ കാമുകന്മാരൊക്കെ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുന്ന പറയാം. അന്നത്തെ എ എം രാജയുടെ പാടിയത് പെരിയാർ എന്നുള്ള മനോഹരമായിട്ടുള്ള ഭാര്യ. സാറേ അതില് സാറ് ഔസേപ്പച്ചനെ കുറിച്ച് സാറിനെ പറ്റി പറയുമ്പോ വിട്ടുപോയതല്ല, അത് കൂട്ടിച്ചേർക്കാനുള്ളത്. പ്രശസ്ത
പ്രശസ്ത പിന്നണി ഗായിക മാധുരിയുടെ കച്ചേരികളിൽ വയലിനിസ്റ്റാകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ആയിട്ടുണ്ട് അതുപോലെ മാതൃകളുടെ പിന്നീട് സംഗീത സംവിധായകൻ പറവൂർ ദേവരാജ മാഷയുടെ കീഴിൽ വയലിനിസ്റ്റായി. ചലച്ചിത്രേതര ഗാനങ്ങളിൽ ഓണപ്പൂതാളം, വാസന്തഗീതങ്ങൾ തുടങ്ങിയ ജനപ്രിയ ആൽബങ്ങളും നിരവധി ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളും ഉൾപ്പെടുന്നു. സംഗീത സംവിധാനം കൂടാതെ ഏഷ്യാനെറ്റിന്റെ ഐഡിയ സ്റ്റാർ സിംഗർ 2008 വിധികർത്താവും കൈരളിയുടെ ഗന്ധർവ സംഗീതം 2012 വിധികർത്താവുമായിരുന്നു. പിന്നണി ഗായകൻ ഫ്രാങ്കോ സൈമൺ അദ്ദേഹത്തിന്റെ അനന്തരവനാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഈ ഫ്രാങ്കോ പാടിയ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗാനമുണ്ട്, ഒരു ആൽബം ഗാനമാണ് ഫ്രാങ്കോ പാടിയ സുന്ദരിയേവാ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്. ഫ്രാങ്കോ പാടിയതാണ് പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പൊ സാറിട്ടേക്കണം നീയൻ സർഗ സൗന്ദര്യമേ എന്നുള്ളൊരു പാട്ടാണത്. നീയൻ സത്യസംഗീതമേ, ഇതൊക്കെ ഒരു പള്ളിപ്പാട്ടാണ്. ആ പള്ളിപ്പാട്ടിൽ നിന്നാണ് ആൾക്ക് ഈ സംഗീതമൊക്കെ കൂടുതൽ കിട്ടിയത്, ഇൻസ്പിറേഷൻ കിട്ടിയത്. അപ്പൊ ആ പാട്ടൊക്കെ വളരെ മനോഹരമായിട്ട് പാടും. ആരെങ്കിലൊക്കെ ഒന്ന് പാട്, സാറൊക്കെ ഒന്ന് പാട്, ഈ പാട്ടൊന്ന് പാട്. ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. നന്നായി പാടുന്നുണ്ട്, പാടൂ, നന്നാവുന്നുണ്ട് സാർ, നന്നായി പാടുന്നുണ്ട്, പാടിക്കോളൂ. ഓക്കെ, അത് പാടുന്ന പാടില്ലെങ്കിൽ നമുക്ക് അടുത്ത വേറൊരു പാട്ട് അടുത്ത ഗാനത്തിലേക്ക് നോക്കാം. എല്ലാവർക്കും. യെസ്, ഇത് കാതോട് കാതോടെ എല്ലാവരും ദേവദൂതർ പാടി മാനവും താഴെ ഭൂമിയും സ്നേഹലാവണ്യമേ നിന്റെ ദേവാലയം. ഗോപുരം നീളെ 1000 ദീപം, ഉരുകി മെഴുകു തിരികൾ ചാത്തും മധുരമൊഴികൾ. കിട്ടുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഒരു നല്ല പാട്ടാണ് ഇത്. അദ്ദേഹത്തിന്റെ അടുത്ത ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള പാട്ടിനാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. കമലിന്റെ ഉണ്ണികളെ ഒരു കഥ പറയാം, മോഹൻലാലും കുറച്ച് കുട്ടികളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഉണ്ണികളെ ഒരു കഥ പറഞ്ഞത്. അതിനാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഏറ്റവും മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു പാട്ടാണ് ഉണ്ണികളെ ഒരു കഥ. അതെ, നാഷണൽ അവാർഡ് അല്ല, സ്റ്റേറ്റ് അവാർഡ്. ഈ പാട്ട് പാടിയത് സ്റ്റേറ്റ് അവാർഡാണ് കിട്ടിയത്. അതെ, ഈ പാട്ട് പാടിയതിന് നാഷണൽ അവാർഡ്. അത് യേശുദാസിന്. സംഗീത സംവിധായകൻ അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ആദ്യമായിട്ട് കിട്ടിയത് കമലിന്റെ ചിത്രത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കൂടാതെ നമ്മള് കണ്ണാന്തുമ്പി പോരാമോ എന്ന് പറഞ്ഞ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ടായിരുന്നു, അതും കമലിന്റെ സിനിമയിലാണ്. അപ്പൊ അതിലും കമലിന്റെ ഇത് പാടിക്കോ, ആരെങ്കിലും പാടിക്കോ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാം കുഴലിൻ കഥ പറയാം. ഉൾമേട്ടിലോ പൂങ്കാറ്റിലോ ഉണ്ണികളെ ഒരു കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം. മണിത്തന്നലും തരം കുഞ്ഞമ്മ കൈ മാറിയും വേനൽ കുരുന്നിന്റെ തൂവലായി തൂവാലകൾ തുന്നിയും പാടാത്ത പാട്ടിന്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിന്റെ ഓളങ്ങളിൽ ഉള്ളിന്റെ ഉള്ളിൽ നോവിന്റെ നൊമ്പ്
ഒരു നാടിൻ സംഗീതമായി പുല്ലാങ്കുഴൽ നാദം. ഓക്കെ, വെരി ഗുഡ്. നന്നായി പാടുന്നുണ്ട്. നന്നായി ഓക്കെ, പാടി, നന്നായി പാടി. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അടുത്ത കമലിന്റെ പാട്ട് മറ്റൊരു ഇതാണ്. പടത്തിലെ കണ്ണാത്തുമ്പി. ആ അതെ, കമലിന്റെ മറ്റൊരു സിനിമയിലത്തെ ഔസേപ്പച്ചൻ തന്നെ ഈണം നൽകിയ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് കണ്ണാൻ തുമ്പി പോരാമോ എന്ന് പറയുന്നത്. രണ്ട് കുട്ടികളുടെ ചൈൽഡ്ഹുഡ് അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാനം. കണ്ണാൻ തുമ്പി പോരാമോ. കാവിലെ കാവിലെ അതെ അതെ, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്നുള്ള സിനിമയിൽ കണ്ണാൻ തുമ്പി പോരാമോ. ലിറിക്സ് കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമി. പഠിക്കും. കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. വെള്ളാങ്കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും. എന്തേ പോരാത്തു വാവേ വാവാച്ചി, കുന്നിക്കൊരു കുത്തി നുള്ളി പറിച്ചിട്ടു പിന്നിക്കൊരുത്തൊരു മാല തീർക്കാം. തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കളമാനെ കൊണ്ടുതരാം. ചിങ്കിനി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ. യെസ്, മനോഹരമായിട്ടുള്ള ഗാനാണ്. ബിച്ചു തിരുമല സാറാണ് ഇത് എഴുതിയത് കേട്ടാ. ബിച്ചു തിരുമല അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോ അതായത് ശൂന്യതയിൽ നിന്ന് പോലും പാട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ബിച്ചു തിരുമല എന്ന് പറയുന്നത്. അത്രയും മികച്ച, അതായത് സംഗീത സമയത്തിന് വെറുതെ ഒരു ട്യൂൺ ഇടുമ്പോഴേക്കും 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹം പാട്ട് എഴുതി കഴിയും. അത്രയും മികച്ച ഒരു ഗാനരചയിതാവാണ് ബിച്ചു തിരുമല. അദ്ദേഹത്തെ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. നമ്മളേക്ക് വിട്ടു പിരിഞ്ഞു പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്നും നമ്മുടെ ഉള്ളിൽ, മലയാളികളുടെ ഉള്ളിൽ എത്തുന്നുണ്ടായിരിക്കും. അപ്പൊ നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടുകളാണ്. അപ്പൊ ആ രേവതി അതിൽ അഭിനയിച്ച കാവേരി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്, ഇന്നൊക്കെ വലിയ കുട്ടിയായി. അത് ആ ചെറിയ കൊച്ചു പാവാടിയും ബ്ലൗസും ഒക്കെ ഇട്ട് ആ അവതരിപ്പിക്കുന്ന ആ സീനുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. അപ്പൊ നമ്മുടെ ആ ചൈൽഡ്ഹുഡിലൊക്കെ നമ്മൾ ചെറുതായിട്ട് കളിക്കുന്ന അതൊക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള പാട്ടാണ് ഏതോ വാർമുകിലിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട്. ഏതോ വാർമുകിലിൽ, ഏതോ വാർമുകിലിൽ കിനാവിലേതോ ആയി നീ വന്നു. അതല്ലേ, ഏതോ വാർമുകിലിൽ കിനാവിലേതോ തായ് നീ വന്നു. ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിൽ ഏതോ മകളായി നിലാവിൻ മുത്തേ നീ വന്നു. ുമ്പോൾ സ്വർഗം. ആരെങ്കിലും പാടുന്നത്? ഒരു കൊച്ചു കുഞ്ഞിനെ പറ്റി പാടുന്നതാണ്. അറിയാമോ? ഏ യെസ്, പാടാമെങ്കിൽ പഠിക്കും. ഓക്കെ, അടുത്ത പൂക്കാലം വരവായി എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ളതാണ്. KS ചിത്രയുടെ പാട്ട്, അല്ലെ? കൈതപ്പുറത്തിന്റെ രചന. ഇനി അടുത്തൊരു പാട്ട് ഇതാണ്, പാതിരാമഴയിൽ, ഉള്ളടക്കം എന്ന് പറഞ്ഞ സിനിമയിലെ. അതെ അതെ അതെ, പാതിരാമഴയെന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് പാതിരാമഴ. പാതിരാമഴയേതോ
ഹംസഗീതം പാടി. അപ്പൊ അതിന്റെ ഒരു തബലയുടെ ടും 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 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക് ഒക്കെ വരുന്നുണ്ട്. വീണപ്പൂവിതളെങ്ങോ പിന്നിലാവിനരിഞ്ഞു നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി പാതിരാമഴ ഏതോ ഹംസഗീതം പാടി. പിന്നെ അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഒരു പ്രണയഗാനം. നമ്മുടെ ദാസേട്ടനൊക്കെ പാടി നമ്മുടെയൊക്കെ എന്താ പറയാ, ഓ പ്രിയേ നിനക്കൊരു ഗാനം. അത് ഏതാ സിനിമ എന്നറിയോ? ഒന്ന് പറയേ. ചാക്കോച്ചൻ പാടിയത്. ശാലിനി. ആ അനിയത്തി പ്രാവ് സൂപ്പർ ഹിറ്റ് പടത്തിലെ പാട്ട് അല്ലേ? അത് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ആ പാട്ട്. ജോഷി ജോസഫ് സാർ ഒന്ന് പാടു സാർ ആ പാട്ടൊന്ന്. വരട്ടെ നമ്മുടെ ആ പ്രിയ ഒന്ന് കേക്കട്ടെ, വീട്ടിലുള്ള പ്രിയ ഒന്ന് കേക്കട്ടെ ആ പാട്ട്. പ്രിയ വീട് വിട്ടു പോകും. ആ പോട്ടെ, എന്തെങ്കിലും ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? എന്ന് ഒരേ മാതിരി ഇരുന്ന കാര്യം. ഒന്ന് മൂളി നോക്കൂ. ഒരു മൂളിപ്പാട്ടിൽ പാടാൻ അറിയാത്ത ആരുള്ളേ? നമ്മള് വലിയ ഗായകരൊന്നല്ലേ, നമുക്ക് അറിയുന്ന മാതിരി പാട്, അത്രേ ഉള്ളൂ. ഈ പാട്ട് സാറേ ഇതിന് തൊട്ട് മുമ്പ് വെച്ചിരുന്ന പാട്ടൊന്നിട്ടെ വെച്ചേ. പാതിരാമഴ ഏതോ, പാതിരാമഴ ഏതോ, പാതിരാമഴ ഏതോ അതായിരുന്നു. അല്ല എനിക്ക് ഇതൊന്നും അറിയില്ല. ഞാനൊരു പാട് അത്രേ ഉള്ളൂ. വേണ്ട, മറ്റേ പാതിരാ വെയിറ്റ് പാതിരാ ഒരു വരിയെങ്കിലും ഒരു സെക്കൻഡ് എടുക്കട്ടെ. കണ്ടോ? പാതിരാമഴയേതോ ഒരു ഇടം വിട്ടുകൊടു. പാതിരാമഴയേതോ കാണുന്നില്ലേ? അതാണോ വന്നത്? ഇത് ദേവദൂത പാടി വന്നേക്കണം. ആ ഏതെങ്കിലും പാട് സാർ അത്. അതെ, ഡിലേ വരുന്നോണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. വരുന്നോണ്ട് ഉപ്പ് വരും. ജോഗ്, ഇത് ശുദ്ധ സന്യാസിൻ ജോഗ് രാഗാണ്. ഈ ജോഗ് രാഗം എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാനിലത്തെ നമ്മള് കണ്ടെടുക്കുന്ന ഒരു രാഗാണ് ജോഗ്. ജോഗില് നമ്മുടെ ബാബുരാജൊക്കെയാണ് കൂടുതൽ പാട്ടുകൾ ചെയ്തത് ജോഗ് രാഗത്തിൽ. അദ്ദേഹത്തിന്റെ ഒരേ കടൽ എന്നുള്ള ഒരു സിനിമയ്ക്കാണ് 2007 അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയത്. ഒരേ കടൽ എന്ന് പറഞ്ഞ ശ്യാമപ്രസാദിന്റെ സംവിധാനം. സാർ അടുത്തൊക്കെ ഇട്ടോ, നമുക്ക് പറ്റുന്ന വരുമ്പോ ഞാൻ പഠിക്കണം. ഓക്കെ. ശ്യാമപ്രസാദിന്റെ ഒരേ കടൽ എന്നുള്ള സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടിയത്. അതിലെ പാട്ടുകൾ ചെയ്യാൻ വരുമ്പോ ശ്യാമപ്രസാദ് അദ്ദേഹത്തിനോട് വെച്ചൊരു നിബന്ധന ഇതായിരുന്നു: എല്ലാ പാട്ടുകളും ഒരേ രാഗത്തിൽ ചെയ്യണമെന്ന്. ആ രാഗം എന്നാണ് ശുഭബന്ധുവരാളി എന്നാണ് പറയുക. ശുഭബന്ധുവരാളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ദുഃഖം ആ സമയത്തൊക്കെ നമ്മൾ പാടുന്ന പാട്ടാണ് ഈ ശുഭബന്ധുവരാളി. നമ്മുടെ ഇയാളുടെ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു പാട്ടുണ്ട്, MG രാധാകൃഷ്ണന്റെ ഈണം പകർന്ന മൗനമേ തകര എന്നുള്ള സിനിമയിലെ മൗനമേ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ. അപ്പൊ ആ പാട്ട് വളരെ മനോഹരമാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ MG രാധാകൃഷ്ണനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് അത് എന്റെ ഗുണമല്ല, അത് ശുഭബന്ധുവരാളി രാഗത്തിന്റെ ഗുണമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ വളരെ ശോകമായിട്ടുള്ള ദുഃഖമായിട്ടുള്ള അവസ്ഥയിലൊക്കെ കേൾക്കുന്ന പാട്ടുകളാണ് ഈ ഇത്തരത്തിലുള്ള ശുഭബന്ധുവരാളി രാഗത്തിൽ. ഇപ്പൊ നമ്മള് പ്രഭാതത്തിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂപാളം എന്നുള്ളത് കേൾക്കും. വിളക്ക് എത്തിക്കുന്ന സമയത്താണെങ്കിൽ നമ്മള് സിന്ധുഭൈരവിയാണ് കേൾക്കുക. നമുക്ക് ഇത്തിരി ഒരു ടൂർ മൂഡിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മോഹനം. അങ്ങനെ ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് ഓരോ രാഗങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്, ഓരോ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്നത്. പാതിരാമഴയേതോ ഒന്നുമല്ലോ. സാറ് ജോഷി സാർ ഒന്ന് പാടിക്ക, ട്രൈ ചെയ്ത് നോക്കോ.
ഒന്ന് ഉം. ഓ, നാല് എന്തെങ്കിലും ഒരു വരി കഴിഞ്ഞാൽ എങ്ങനെ പോകുമെന്നുള്ളതിനെ കുറിച്ച് പിടിക്കില്ല. അതിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഞങ്ങൾ പാട്ടിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പാട്ടിന്റെ വരികളെ കുറിച്ച് അത് പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. അരികില് ധൈര്യം തരാൻ ഒരാൾ വന്നിട്ടുണ്ട്, പിന്നെന്താ. അതെ. പാതിരാമഴയേതോ സംഗീതം പാടി വീണപ്പൂ. സാറാ രണ്ടാമത്തെ വരിയൊന്ന് പഠിക്കാം സാറേ. വീണ പൂവിത പിന്നിലാവിലലിഞ്ഞു. ആ ഓക്കെ, ഞാൻ രണ്ട് വരി നോക്കാം. പാതിരാമഴയേതോ സംഗീതം പാടി വീണ പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു. നീലവാർമുകിലോരം ചന്ദ്രഹൃദയം തേങ്ങി. പാതിരാമഴയേതോ സംഗീതം പാടി വീണ പൂവിതളെങ്ങോ പിന്നിലാവിലലിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്, അടിപൊളി. ഗുഡ് അറ്റംപ്റ്റ്, നന്നായിട്ട്. അങ്ങനെയൊക്കെ പാടി നോക്കുക, അതിലൊന്നും കുഴപ്പമില്ല. നമ്മളൊക്കെ അല്ലേ കേൾക്കുന്നത്. പാടിയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുക, അത്രയേ ഉള്ളൂ. വെരി ഗുഡ്. നമുക്ക് മറ്റൊരു ഒരു നല്ലൊരു പാട്ടിലേക്ക് പോവാം. എല്ലാവരും പാടുന്ന ഒരു പാട്ട് നമുക്ക്, അതായത് പ്രണയകാലം എന്നുള്ളൊരു ചിത്രത്തില് റഫീഖ മുഹമ്മദ് എഴുതിയിട്ട് ഔസേപ്പച്ചൻ ഈണം പാടുന്ന ഒരു പാടും. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ. സാർ ഒന്ന് എടുക്കാമോ അതിന്റെ ലിറിക്സ്? ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ. പ്രണയകാലം എന്നുള്ള ചിത്രത്തില് റഫീഖ് അഹമ്മദ് സാർ എഴുതിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഓക്കെ, കാണോ? നോക്കി കാണാമോ? നോക്കി കാണാലോ? യെസ്. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ മേഘമായി താഴ്വരയിൽ താളമായി നാൽപ്പാവിൽ നെഞ്ചിലാടും മൺചിരാതിൻ നാളം പോൽ നിന്നാലും വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മൂകം ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ മേഘമായി താഴ്വരയിൽ
താളമായി ആത്മാവിൻ നെഞ്ചിലാടും മൺചിരാതി നാളം പോൽ നിന്നാലും നീ വേനൽ പുഴയിൽ തെളിനീരും. അതൊരു നല്ല പാട്ടല്ലേ? വെരി ഗുഡ്, ഒരു വെരി ഗുഡ്. എന്താ പറയാ, ഒരു ടൂർ മൂഡിലുള്ള ഒരു പാട്ടാണത്. ഒന്ന് പാടി നോക്കൂ. രാജു ഫിലിപ്പ് സാറ് ഒന്നും മിണ്ടാതിരിക്കുന്നവർ പാടി നോക്കൂ. ഞാൻ ആരൊക്കെയുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കാണുന്നില്ല. കേട്ടിട്ടില്ലേ സാറേ പാട്ട്? സാർ അത് പഠിക്കൂ. പാടിക്കൂ. ഒരു വേനൽ പുഴയിൽ തെളിനീ, അങ്ങനെ ഗ്യാപ്പ് ഇട്ട് പാടിയാ മതി. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങും മുഖം. യെസ്, സാബു സാർ സാർ പാടി പാടി പാടാ, നന്നായി പാടുന്നില്ല. കേൾക്കുന്നില്ല. ആ, ഇലകളിൽ പൂക്കളിൽ എഴുതി താന തനന തനനാന, അങ്ങനെ പഠിക്കും. താന തനന തനനാന. താഴ്വരയിൽ യെസ്, വെരി ഗുഡ്. വേറെ ആർക്കും ട്രൈ ചെയ്യണോ? സാബു സാർ ഒന്ന് പാടിയ. സാബു സാർ നന്നായി പാടുണ്ടല്ലോ അത്. പാടിയ. കേക്കാവോ? പാടുന്ന കേൾക്കുന്നുണ്ടോ? കേക്കാം കേക്കാം, പാടിക്കോ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരി തിളങ്ങി മുഖം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇളവയിലായി നിന്നെ, മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവിൽ നെഞ്ചിലാളും മൺചിരാതിൽ താളം പോൽ നിന്നാലും നീ. അടിപൊളി അടിപൊളി, സൂപ്പർ. അടിപൊളി. പുതിയൊരു ഗായകൻ ജനിച്ചു. അല്ല, ഇങ്ങനെയൊക്കെ പാട്ട് പഠിപ്പിച്ച് ഞാൻ പിന്നെ പാടി പോകത്തില്ല. അടിപൊളിയായിട്ടുണ്ട്, നല്ല പാട്ട്. ട്രൈ ചെയ്യുന്നോ? അതിന് രക്ഷയില്ല. ഇനി ആരുള്ളത് പാടാനായിട്ട്? ഇനി പാടാനായിട്ട് ആരൊക്കെ ഉള്ളതെന്ന് പറയും. ഞാൻ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഈണമല്ല, അതിന്റെ ട്യൂണും. അതെ 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 അതെ. ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഇല്ലാത്തവരോടൊന്നും സാർ പറയുന്നു ആരൊക്കെയാണെന്ന്. ആരോടെ പറയൂ. ഉണ്ടല്ലോ, ഷേർലി മാം ഉണ്ട്, ഓമന മാം ഉണ്ട്, ലിസി ജോയ് മാം വന്നല്ലോ. ലിസി ജോയ് നല്ലോണം പാട്ട് പാടും. ഈ പാട്ടാണോ പാടുന്നത്? പാട്ടുണ്ടോ? ആ, പഠിക്കും. ഈ പാട്ട് വേണോ? വേറെ പാട്ട് വേണോ? ആരോടാ? ലിസി മാം പഠിക്കും. പഠിക്കോ. ഞാൻ അല്ല, ഏത് ഞാൻ ഇപ്പൊ കേട്ടില്ല. ഇപ്പൊ വന്നുള്ളൂല്ലോ. കാണുന്നില്ലേ? ഈ പാട്ട് കാണുന്നുണ്ടോ സ്ക്രീനില്? കണ്ടില്ല. സ്ക്രീൻ ഒന്ന് മാറ്റും. പാട്ടില് കണ്ണാന്തുമ്പി വെക്കാമോ സാർ പാടാൻ? വെക്കാൻ വെച്ചുതരാം. വെച്ചത് നോക്കി കഴിഞ്ഞിട്ട്. ഇതെനിക്ക് അത്ര അറിയുന്നില്ല. വേറെ തരാം. ഒരു സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. ഇപ്പഴാ ഓർമ്മ വന്നത്. പക്ഷെ അത് ഔസേപ്പച്ചൻ സാറിന്റെ ആണോ? അതെയോ? ശരി. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ
ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു, നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തു വെച്ചു. നീ വരുവോളം വാടാതിരിക്കുവാൻ ഞാനതെടുത്തു വെച്ചു, എൻ്റെ ഹൃത്തിലെടുത്തു വെച്ചു. ഓർമ്മകളോടി കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കര മാവിൻ ചുവട്ടിൽ. താങ്ക് യു സർ. ഓക്കെ. സൂപ്പർ, നന്നായിട്ടുണ്ട്, നന്നായി താങ്ക് പാടി. യു സർ. ഈ പാട്ട് പാടുമ്പോ എന്താ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ചൈൽഡ്ഹുഡ് മാഡത്തിന്? പിന്നെ തീർച്ചയായിട്ടും മാഡം ചക്കരമാവിൻ ചോട്ടിലല്ലായിരുന്നോ? ആ, അതെ അതെ അതെ, പിന്നെ അതാണ് അത് അങ്ങനെ വരുമ്പോഴാണ് അത് കൂടുതൽ ആസ്വാദ്യകരമാകുന്നത്. പിന്നെ ഇത് ഞാൻ നമ്മുടെ തീർച്ചയായിട്ടും പാടാം. ഏതൊരു പാട്ടും നമ്മുടെ ലൈഫുമായിട്ട് ഒരു റിലേറ്റ് ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ നമ്മളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചേരുന്നത്. കേട്ടോ, അതെ. താങ്ക് യു, വളരെ നന്നായി പാടി. ഈ പാട്ട് ആരാ പാടാന്ന് പറഞ്ഞ? ഇത് ഞാൻ പാടാം. കണ്ണാമ്പി ഞാൻ പാടാം. പഠിക്കും. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, വെള്ളാങ്കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും. എന്തേ പോരാത്തു വാവേ വാവാച്ചി, കന്നിക്കുരുക്കുത്തി നുള്ളിപ്പറിച്ചിട്ടു കുഞ്ഞിക്കറുത്തൊരു മാല തീർക്കാം, തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്ന തങ്കക്കലമാനെ കൊണ്ടത്തരാം. മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ, കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ഓക്കെ, താങ്ക് യു. ഓ, നന്നായി പാടി മാഡം, നന്നായി പാടി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. മൗനം സ്വരം എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. ആരെങ്കിലും പാടുന്നുണ്ടോ അത്? ഈ പാട്ടൊന്ന് വയ്ക്കാമോ സാറേ? ഏതാണെന്നറിയോ? പറഞ്ഞു. എന്നും നിന്നെ പൂജിക്കാം, അതുണ്ട്, നിന്നെ പൂജിക്കാം. ഇവിടെ ഉണ്ട്. അനീതി പ്രാവിലെ പാട്ടാണത്. എന്നും നിന്നെ പൂജിക്കാം. യെസ്. ഓക്കെ, അടിപൊളി. ഇത് നമ്മുടെ അനിയത്തി പ്രാവിലെ കുഞ്ചാക്ക ബോബനും മറ്റേ ഇവളും തമ്മിലുള്ള അടിപൊളി പാട്ടാണ്. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണീലാവിൻ വാസന്തലേതികേ, എന്നുമെന്നും മാറിൽ മഞ്ഞു പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരിക്കുളിരായി നീ അരികെ, ഒരു പൂവിന്റെ പേരിൽ നീ ഇഴനെയ്തരാഗം, ജീവന്റെ ശലഭങ്ങൾ കാതൂർത്തിരുന്നു, ഇനി ഈ നിമിഷം വാചാലം, എന്നും നിന്നെ പൂജിക്കാം, നേദിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികേ. പഠിക്കോളൂ, സാറന്ന് പഠിക്കോളൂ. വേറെ ആരാ പാടുന്നേ? വേറെ ആർക്കെങ്കിലും പാടാവോ? സംസാരം പാടി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു പാടും പഠിക്കോ. ഓക്കെ. എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം, വെണ്ണിലാവിൻ വാസന്തലതികേ,
എന്നും എന്നും എന്മാരും പെയ്യും പ്രേമത്തിൻ കുഞ്ഞുമാരിക്കുളിരായി നീ അരികെ. ഒരു പൂവിന്റെ പേരിൽ നീ ഇഴനെയ്തരാഗം ജീവന്റെ ശലഭങ്ങൾ കാതുത്തിരുന്നു ഇനി നിമിഷം സൂപ്പർ സൂപ്പർ. ഈ പാട്ടുകളൊക്കെ ഇടയ്ക്കൊന്ന് നമ്മുടെ പ്രേയസികൾക്ക് അല്ലെങ്കിൽ പ്രിയതമനൊക്കെ ഒന്ന് പാടിക്കൊടുക്കുക. ആ വീട്ടിലുണ്ടാവുന്ന ഹാർമണി ഉണ്ടല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടേതായിട്ടുള്ള സമയങ്ങളിൽ അവരുടെ ചെവിയിൽ പതുക്കി ഒന്ന് മൂളി കൊടുക്കുക ഈ പാട്ടൊക്കെ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയണത്, എന്നും നിന്നെ പൂജിക്കാം, പൊന്നും പൂവും ചൂടിക്കാം. പിന്നെ അവർക്ക് ഇതിൽ പരം വേറെ എന്താ വേണ്ടത്? വീട്ടില് ചില്ലറ ചില്ലറ ദേഷ്യങ്ങളും വഴക്കുകളും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പകലൊക്കെ വഴക്ക് കൂടിക്കോ, രാത്രി ഒരു പാട്ടിന്റെ ഒരു പല്ലവി മതി അതൊക്കെ മാറിക്കിട്ടാനായിട്ട്. ഈ സംഗീതത്തിന് ഒരു മാസ്മരികമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. പല പാട്ടുകൾക്കും പലരും, അതായത് ഓരോരുത്തരുടെ പാട്ടുകൾ ഇങ്ങനെ അനുഭവങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതായത് ഡിവോഴ്സ് ചെയ്ത പലരും ഒരുമിച്ചിട്ടുണ്ട്. ഇവരുടെ ONV-യുടെയും ദേവരാജന്റെയും മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ടല്ല, ഇടനാഴിയിൽ ഒരു കലച്ച എന്നുള്ളൊരു പടത്തില് മനോഹരമായിട്ടുള്ളൊരു അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഒരിക്കൽ ഒരു ONV ഗൾഫിലൊരു ഇങ്ങനെ സന്ദർശനം നടത്തുമ്പോൾ അവിടെ ഒരു ക്ലബിന്റെ ഒരു പരിപാടിയായിട്ട് ഒരു പ്രോഗ്രാം വെച്ചിരുന്നു. അപ്പൊ ONV-ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് ഒരാൾ വന്ന് പാടി. അത് ഹസ്ബൻഡും വൈഫും തമ്മിൽ അവർ ഡിവോഴ്സാണ്. അവർ രണ്ട് സ്ഥലത്ത് ജീവിക്കുന്നു, രണ്ട് വീടുകളിലായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഇവര് ആദ്യം ഈ ക്ലബിലെ അംഗങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും. അപ്പൊ ഈ ക്ലബിന്റെ വാർഷികത്തിന് ഇവര് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് ഈ പാട്ട് പാടി, ഈ മനോഹരമായിട്ടുള്ള പാട്ട്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഞാൻ നനച്ചുപോയി. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ നല്ല സമയത്തും നിന്റെ സാമീപ്യം ഇല്ലാത്തപ്പോൾ ഞാൻ എന്തുമാത്രം ദുഃഖിച്ചു പോയി, കഷ്ടപ്പെട്ടു പോയി. നിന്റെ സാമീപ്യം അടുത്തുള്ളപ്പോൾ ഞാൻ എത്രമാത്രം സന്തോഷിച്ചിരുന്നു എന്നുള്ള മനോഹരമായിട്ടുള്ള വരികളാണ് ONV അതിൽ എഴുതിയിരിക്കുന്നത്. മുറ്റത്ത് ഒരു ചെമ്പക പൂവിടർന്നപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നിന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാതിലിൽ ഒരു പക്ഷി വന്ന് കാതരയായി ചില പ്രേമത്തോടു കൂടി തന്റെ ഇണയെ വിളിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നിന്നെയാണ്. ഇത്തരത്തിലുള്ള ആ മാസ്മരികതയുണ്ട്, ആ വരികളിലുള്ള മാസ്മരികത ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വരുമ്പോ അപ്പൊ ഈ ഹസ്ബൻഡ് ഈ പാട്ട് പാടി കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഈ വൈഫിന് ഉറക്കം വന്നില്ല. അദ്ദേഹം ആ വ്യക്തി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ നമ്പറൊക്കെ നോക്കിയിരുന്ന് അന്ന് രാത്രി അദ്ദേഹത്തെ വിളിച്ച് ഈ പാട്ട് ഒന്നുകൂടി പാടാനായിട്ട് ആവശ്യപ്പെട്ടു. പിന്നീട് അവര് യോജിച്ചു. എന്നിട്ട് വന്നത് പിന്നെ അടുത്ത ദിവസം വന്ന് ONV-യുടെ അടുത്ത് അവര് രണ്ടുപേരും വന്നിട്ട് അവര് ONV-യെ നമസ്കരിച്ചു എന്ന് പറയുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പാടി ഞങ്ങൾ ഒരുമിപ്പിക്കുവാൻ അതിന് സാധിച്ചു എങ്കിൽ സംഗീതത്തിന്റെ ആ മഹത്വം എത്ര വലുതാണ് എന്ന് അവർ പറഞ്ഞു. അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ വെറുക്കപ്പെട്ടതായാലും അല്ലെങ്കിൽ വഴക്കിട്ടതായാലും ആ മനസ്സുകളെ യോജിപ്പിക്കാനായിട്ട് സംഗീതത്തിന് ഒരു മാസ്മരിക ശക്തി ഉണ്ട് എന്ന് പറഞ്ഞതാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. നിങ്ങളുടേതായിട്ടുള്ള സമയങ്ങളിൽ രാത്രി ഒരു വരി രണ്ടു വരി പല്ലവിയൊക്കെ പ്രീതമയുടെ അല്ലെങ്കിൽ പ്രീതമന്റെ ചെവിയിലൊക്കെ ഒന്ന് മൂടിക്കൊടുക്കുക. നിങ്ങൾ ആ സമയത്ത് അടുത്തുണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു എന്റെ ജീവിതം എന്നൊന്നും മനസ്സിലാക്കട്ടെ. നമ്മൾ ഈ സ്നേഹക്കുള്ളിൽ വെച്ചിട്ടിരുന്ന എന്താ കാര്യം? അതൊക്കെ പ്രകടിപ്പിക്കാനുള്ളതല്ലേ. പ്രകടിപ്പിക്കാത്ത സ്നേഹം എന്തിനാ? അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് സ്നേഹം. കാർത്തിക ജോഡിയില്ല, നീ എത്ര ധന്യ എന്നുള്ള അതെ 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 അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. അതെന്താ, ഇത് ONV-യും ദേവരാജനും തമ്മിൽ മുട്ടൻ വഴക്കായിരുന്നു. ഇവരൊരു 15 വർഷത്തിന് ശേഷം ഒരുമിച്ചൊരു പാട്ടാണത്. JC-യുടെ സംവിധാനത്തിൽ വന്ന പാട്ടാണ്. അപ്പൊ JC-ക്ക് ഇവർ രണ്ടുപേരും വീണ്ടും ഒരുമിപ്പിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ദേവരാജൻ മാഷ് എന്ന് പറഞ്ഞാൽ അറിയാം, ക്ഷിപ്രകോപിയാണ്. സാധാരണക്കാരെ ആൾക്കാരൊന്നും പറഞ്ഞാൽ ഒരാളും പറഞ്ഞാലും കൂട്ടാക്കാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ ഇവർക്ക് വലിയ വലിയ കലാകാരന്മാർക്ക് കുറച്ച് ഈഗോസും ഉണ്ടായിരിക്കും, അത് നമുക്ക് വകവെച്ച് കൊടുക്കണം. അപ്പൊ അങ്ങനെ രണ്ടുപേരും ഈഗോയുടെ രണ്ട് ഇതായിരുന്നു. അങ്ങനെ ഒരുപാട് കാലം ഇവര് സംസാരിച്ചില്ല, മിണ്ടിയില്ല.
എന്നിട്ട് അതിനുശേഷം ഒന്നിച്ചപ്പോൾ കേരളത്തിന് ആകെ കിട്ടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ലിറിക്സ് അദ്ദേഹം എഴുതി കൊടുത്തപ്പോൾ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചുപോയി എന്നുള്ള ലിറിക്സ് എഴുതിയിട്ട് ഒരാഴ്ച അദ്ദേഹം ആ അരികിൽ എന്നുള്ള ഒരു ഇതിന് ഈണം നൽകാനായിട്ട് ഒരാഴ്ച ചെലവിട്ടു ദേവരാജൻ മാഷ്. ഇന്നൊക്കെ നടക്കുന്ന തന്നെയാണോ അരികിൽ, അത് എങ്ങനെ ഉച്ചരിക്കണം, അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ മനോഹാരിത. ആ അരികിൽ അദ്ദേഹം വളരെ താരസ്ഥായിലാണ്, അല്ല വളരെ ചെറിയ മന്ത്രിക്കുന്ന പോലെയാണ് പറയുന്നത്. അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി, അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലിലച്ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർ തുള്ളിതൻ സംഗീതം ഹൃത്തന്ത്രികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൽ ചാരേ ചിലച്ച നേരം, വാതിലിൽ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ആ പക്ഷി വാതിലിൽ വന്ന് കാതരയായിട്ടൊന്ന് ചിലച്ചപ്പോൾ ഞാൻ നിന്നെ ഓർത്തുപോയി. അതുപോലെ തന്നെ അനുപല്ലവി പറയുന്നു നോക്കൂ, മുറ്റത്ത് ഞാൻ നട്ട ഒരു ചെമ്പക തൈയിലെ ആദ്യത്തെ മുട്ട് വിരിഞ്ഞ നാളിൽ, നമ്മൾ സ്നേഹത്തോടെ വെച്ച് വളർത്തിയ ആ ചെമ്പക പൂവിലെ ആദ്യത്തെ മുട്ട് വിരിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് നിന്നെയാണ്. ഇത്ര മനോഹരമാണ് വരികളൊക്കെ. ആ വരികളുടെ അർത്ഥമൊക്കെ പറഞ്ഞ് അത് ഇങ്ങനെ മനസ്സിലേക്ക് ആ ഗാനങ്ങളൊക്കെ എടുക്കുമ്പോ നമുക്ക് തീർച്ചയായിട്ടും തോന്നും നമ്മുടെ ആ പ്രേയസി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ എല്ലാവരും ഒന്ന് പാടുക, വൈകിട്ടൊക്കെ ഒന്ന് പാടി കൊടുക്കുക. ആ കുടുംബത്തില് ഹാർമണി ഉണ്ടാവണമെങ്കിൽ സ്വരച്ചേർച്ച. താങ്ക് യു. ആരെങ്കിലും പാടണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പാടുന്നുണ്ടോ? ഞാൻ പാടാം. ആ, പാടി. എല്ലാരും പാടാം. നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര വെറുതെ പോയി, ഒരു മാത്ര വെറുതെ പോയി. രാത്രി മഴ മ്യൂട്ടായിപ്പ്. സാറേ എനിക്ക് ഈ പാട്ടിനെ പറ്റി പാടാനല്ല, പറയാനുള്ള എന്താ പറയാ സാർ ഇപ്പൊ പറഞ്ഞോണ്ട് സാറേ. അതെന്താ പറഞ്ഞാല് മുമ്പ് 2012 ഞാൻ സർവീസിലുണ്ടാകുമ്പോ മോൾ അവിടെ ഇരട്ട കുട്ടികളെ പ്രസവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ എത്തിയത്, ഞാൻ ഹസ്ബൻഡും. അപ്പൊ എനിക്ക് 90 ദിവസമേ ലീവ് ഉള്ളൂ. അപ്പൊ ഇവരൊക്കെ എയർപോർട്ടിൽ നിന്ന് കണ്ടിട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ നടക്കാണ് സാറേ. മോള്, മരുമകന്, 2 ഇരട്ട കുട്ടികള്, ഹസ്ബൻഡ് അവിടെ 3 മാസം പിന്നെ നിൽക്കണം. ഞാൻ ദുബായിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കുന്ന പാട്ട്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന ഞാൻ ഒരു മാത്ര വെറുതെ. അപ്പൊ ഉണ്ടല്ലോ സാർ, ആ വരി കേൾക്കാൻ നിന്നില്ല, ഞാൻ ഒറ്റ ഹെഡ്ഫോൺ വലിച്ചിട്ട് പാട്ട് അങ്ങോട്ട് നിർത്തി കളഞ്ഞു. സങ്കടം തോന്നിയിട്ട് പിന്നെ കരഞ്ഞു കുറച്ചുനേരം. അതെ അതെ, പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ അത്രത്തോളം അവരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്, അവരെപ്പോഴും നമ്മുടെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ അതും ഒരു വിരഹം വേദനയ്ക്കാണ്. തീർച്ചയായിട്ടും. അപ്പൊ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമ്മുടെയൊക്കെ എപ്പോഴും ഫോൺ ചെയ്യുന്ന ഒരു പാട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും പാട്ട് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു 10 പാട്ടുകൾ എടുത്ത് അതിലെ ഏറ്റവും മികച്ച ഒരു പാട്ട് എന്ന് പറയാൻ ഞാൻ ഈ പാട്ട് സെലക്ട് ചെയ്തു. തീർച്ചയായിട്ടും.
ഒരു പാട്ട്, ലാസ്റ്റ് ഒരു പാട്ടായിട്ട് നമുക്ക് നിർത്താം. ഞാനൊരു പാട്ട് Okay. പാടാം. വെരി ഗുഡ്. ഞാനൊരു പാട്ട് പാടാം. പാടി. ആരാണ് പാടുന്നത്? ഈ പാട്ട് ആരാണ് പാടുന്നത്? ഞാനൊരു പാട്ട് പാടാം. ആര് പാടുന്നത്? പറയും. പ്രിയന്റെ സിനിമയിലത്തെ പാട്ടല്ലേ, മമ്മൂട്ടി അഭിനയിച്ച. മേഘം. അതേ വരിയില് ഒരു ഹിന്ദി സോങ്ങിന്റെ ആദ്യത്തെ ഈണാണ് കണ്ടെടുത്തേക്കണത് ഇതില്. അത് പ്രിയൻ ഈ പറയുന്ന വരി, അതായത് ഹിന്ദിക്ക് അടിച്ചു മാറ്റേണ്ട ഉസ്താദാണ് ഈ പ്രിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലൊക്കെ ഹിറ്റായി അപ്പൊ അത് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ ഇതില് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹിന്ദി പാട്ടിന്റെ ആദ്യത്തെ വരിയാണ് അത്. അതിന്റെ വരികൾ എനിക്ക് ഓർമ്മയില്ല. ഇതേ പാട്ട്, ഞാനൊരു പാട്ട്, അതേ ട്യൂൺ തന്നെ അങ്ങനെ തന്നെ കണ്ടെടുത്തേക്ക്. പിന്നെയൊക്കെ പല്ലവിയില് അനുപല്ലിയൊക്കെ വ്യത്യാസം പാടിക്കോ. ആദ്യത്തെ കുറച്ച് വരികൾ പാടാം സർ. പാടിക്കോ. ഞാനൊരു പാട്ട് പാടാം, കുഞ്ഞുമണി വീണമിട്ടാം, പാട്ട് കേട്ടു പൂവാലാട്ടും, നാട്ടുമൈനെ നീ അറിഞ്ഞോ, ഇല്ലിമുളം കൂട്ടിൽ പാടും കൊറുമ്പിയാമന്റെ കുറിഞ്ഞി തുമ്പിയെ താലി കെട്ടി കൊണ്ടുപോവും, ഞാൻ കൊണ്ടുപോകും. ഞാനൊരു പാട്ട് പാടാം, കുഞ്ഞുമണി വീണമിട്ട, പാട്ട് കേട്ടു പൂവാലാട്ടും, നാട്ടുമൈനെ നീ അറിഞ്ഞോ, ഇല്ലിമുളം കൂട്ടിൽ പാടും കുറുമ്പിയാമന്റെ കുറിഞ്ഞി തുമ്പിയെ താലി കെട്ടി കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും. താങ്ക് യു സർ. മനോഹരം. ഓക്കെ. അത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടും കൂടെ ഉണ്ട്. ആരെങ്കിലും പാടാത്തോടെ പാടിക്കോളൂ. ഇച്ചിരി ഫാസ്റ്റ് ഇനിയും പാടാത്തവരുണ്ടല്ലോ ഇതില്. പാടിക്കോളൂ. ഏത് പാട്ടും പറയാം. പാട്ടുകൾ അതെ 23 പാട്ടുകൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. സ്നേഹലതാ മേഡം ഉണ്ടല്ലോ, ഏത് പാട്ട് സ്നേഹലതാ മേഡം പറഞ്ഞാലും പാടിയിട്ടില്ല. ആരെയും സ്നേഹലതാ മേഡം, മേഡത്തിന് ഒരു പാട്ട് കൊടുക്കൂ പാടാൻ. ഓമന മേഡം പാടിയിട്ടില്ല. പാടിക്കോളൂ. രമാവതി മേഡം പാടിയിട്ടില്ല. അവരൊക്കെ പാടും. അവരോട് പറഞ്ഞാൽ ഒരു ഇഷ്ടമുള്ള പാട്ട് സാർ വെച്ച് തരും. സാറിന്റെ പാട്ട് തന്നെ വേണം. പരാഗങ്ങളോ കവിതയുമാ വന്ദനത്തിലെ പാട്ട്, വന്ദനം. വന്ദനത്തിലെ പാട്ട്. പിന്നെ ഈ പാട്ട് വേണമെങ്കിൽ ഒന്ന് വെച്ചോ. ആർക്കെങ്കിലും പാടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലെ വിജയലക്ഷ്മി, വായിക്കും വിജയലക്ഷ്മി പാടി പാട്ടാണ്. നടൻ ആർക്കെങ്കിലും പാടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെച്ചോളൂ. ഞാൻ ബ്രേക്കായി. ആരുല്ലേ? സാറേ ദേവദൂതർ പാടി വെച്ചു സാറേ. ദേവദൂതർ പാടി വയ്ക്കാം. പാടാവോ? അതെ, കണക്ഷൻ എനിക്ക് നെറ്റ് കിട്ടുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു സെക്കൻഡ് തരാം. ഒറ്റ മിനിറ്റ്. ആ പാട്ട് വീണ്ടും നാത്താൻ കേസുകൂടിയിൽ വന്നല്ലോ. ഞാൻ ഇടാം. അല്ല സാറേ, ആ പാട്ട് വീണ്ടും വന്നല്ലോ അല്ലെ, നാത്താൻ കേസുകൂടിയിൽ. ഇത് പാടട്ടെ സാറേ, താരും തളിരും പാടണം. താരും തളിരും ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ, അത് മതി. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, ഈ ഒലീവിൻ പൂക്കൾ ചോടിയാടും നിലാവിൻ. അത് പോയി സാറേ. ഇത് വേറെയാണ് സാറേ. പാതിരാമഴേതോ ഹംസഗീതം പാടി, വീണ പൂവിതളെങ്ങും പിന്നിലാവിലലിഞ്ഞ നീലവാർമുകിലോ ചന്ദ്രഹൃദയം തേങ്ങി പാടി.
ഓമന മേഡം എന്തോ പാടാൻ ശ്രമിക്കണ്ടില്ല, പാടിക്കോളൂ. ഒറ്റക്ക് പാടുന്ന പൂങ്കുയിലേ എന്നുള്ള പാടാം സാർ. ആ ഒന്ന് വെച്ചോളൂ. ഒറ്റയ്ക്ക് പാടുന്ന പൂവിയില് വൈക്കം വിജയലക്ഷ്മി പാടിയത്. ഒറ്റക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ പോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ, തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മതിരിക്കും പാട്ടൊന്നും ബാക്കിയില്ലേ. പാടും നിന്റെ പോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ഇല്ലാമോ. കുടങ്കണക്ക് മാരി പെയ്യുമ്പം ഉമ്മറ തിണ്ണയിലിന്ന് കണ്ടതല്ലേ ആരാരും കാണാത്തൊരു പൊൻകിനാവ്, അന്ന് നിന്റെ കണ്ണില് പൂത്തുമിന്നിയ നല്ല നാള്. ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ട് പോലുള്ള ഈ പാട്ടിനുള്ളിൽ അക്കരയ്ക്ക് പോയ തോണി ഇക്കരയെത്തുമ്പം കരിമുകിൽ മാനം തെളിയുകില്ലേ, ഉറങ്ങാത്ത രാവിരുന്ന് മായുകില്ലേ, നിന്റെ കണ്ണുനീരിൻ കഥയിരുന്ന് തീരുകില്ലേ. ഒറ്റക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ പട്ട് പോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ. താങ്ക് യു സാർ. ഇതാരാ പാടിയത്? ഇത് ഗായത്രി അല്ല, ഗായത്രി ഓമന. ഓമന. ഓമന ഒന്ന് ആളെ ഒന്ന് കാണട്ടെ. എത്ര ഭംഗിയായിട്ട് പാട്ടൊക്കെ പാടിയില്ലേ? നന്നായിട്ടുണ്ട്, പാടിയത് നന്നായിട്ടുണ്ട് കേട്ടോ. പാട്ട് ലിറിക്സ് ഒക്കെ മുഴുവൻ ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. അതന്നെ വലിയൊരു കാര്യമാണ്. അപ്പൊ ആളൊന്ന് വരട്ടെ, രംഗത്ത് വരട്ടെ. യെസ്, വെരി ഗുഡ്, അടിപൊളി അടിപൊളി, സൂപ്പർ. എന്തായാലും ലിറിക്സ് ഒക്കെ കാണാപ്പാടം പഠിച്ച് പാടിയതിൽ അടിപൊളി, നന്നായിട്ടുണ്ട്, സൂപ്പർ. ഇന്നത്തെ കാലത്ത് എല്ലാവരും ലിറിക്സ് അറിയില്ല. പണ്ട് കാലത്തൊക്കെ നമ്മള് പാട്ട് പുസ്തകത്തിലെ ലിറിക്സ് കംപ്ലീറ്റ് അറിയായിരുന്നു. ഈ മൊബൈൽ എന്നൊരു സാധനം വന്നതോടുകൂടി നമ്മൾ ലിറിക്സ് ഒക്കെ മറന്നു. ഒരു വരി പാടണമെങ്കിൽ ലിറിക്സ് വേണം, മൊബൈല് വേണം, അല്ലാത്ത പാടാൻ പറ്റില്ല. എന്തായാലും മേഡം പഴയ ഓർമ്മയ്ക്ക് കൊണ്ടുവന്നതിന് ഒരുപാട് താങ്ക്സ്. താങ്ക് യു. ഒന്നും പഠിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെ പാടി വരുന്നതാണ്. ഓക്കെ, നന്നായിട്ട്. അങ്ങനെ തന്നെ പാടണം, അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമുള്ള ഒരു വേദിയാണ് സാബു സാറ്. സാബു സാറ് നിങ്ങൾക്ക് ഒരുക്കി തരുന്ന അങ്ങനെയുള്ള ഈ ഇങ്ങനത്തെ പാട്ട് പാടി തെളിയാനുള്ള ഒരു വേദിയാണ്. അപ്പൊ 4 പ്രാവശ്യം പാടുമ്പോൾ 5ാമത് പ്രാവശ്യം നിങ്ങൾ അടിപൊളിയായിട്ട് പാടും. നമ്മളാ അവരെന്ത് വിചാരിക്കും എന്നുള്ള കാര്യം നമ്മൾ മാറ്റിക്കളയാം. മറ്റൊരു എന്ത് വിചാരിച്ചാൽ നമുക്കെന്താ, അവരൊക്കെ എന്ത് വിചാരിച്ചാൽ നമുക്കെന്താ, നമ്മുടെ അവസരം നമ്മൾ ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. എല്ലാവർക്കും പാടാനുള്ള അവസരമാണ് സാബ് ഒരുക്കി തരുന്നത്. പിന്നെ നമ്മൾ എന്തിനാ പഠിച്ചു നിൽക്കുന്നത്? നീ കയറി വേണം മക്കളെ എന്ന് പറയും സാബ് സാറ് വിളിക്കണല്ലേ. അല്ലേ സാറൊന്ന് പറഞ്ഞേ. വളരെ സന്തോഷം. അതെ, ഇനി ആരും പാടാന്നുണ്ടോ? സാറേ, അതിൽ താരും തളിരും ഒരു 4 പേര് പാടിട്ടുണ്ട്. ഇടയിലുണ്ട് സാറേ. പാടിക്കോളൂ. താരും തളിരും മിഴി പൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി കേകയാ കേഴുമ്പോ കേൾപ്പു ഞാൻ സ്വനം താവക നിൻ താരാട്ടുമായി ദൂരേതോ കാനനത്തിൽ താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി പാതിമായക്കത്തിൽ നീ എൻ്റെ ചുണ്ടത്ത് ഒത്തിരി താളത്തിൽ
എത്തിയപ്പോൾ കാൽവളകിലങ്ങിയ എന്റെ കൺമഷി കലങ്ങിയോ കാൽവളകിലങ്ങിയ കൺമഷി കലങ്ങിയോ മാറത്തെ മുത്തിന് നാണം വന്നോ താരും തളിരും മിഴികൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി. ഓക്കെ, വരിക. അപ്പൊ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. ഷാബു ഓക്കെ സാർ ഓക്കെ തകർത്തു ഓക്കെ എന്ന് വേണം പറയാം. കാരണം നമ്മളെ പാട്ട് എനിക്ക് തോന്നുന്നു ജോഷി സാറിനെ കൊണ്ട് വരെ പാട്ട് പാടിച്ചു. അപ്പൊ അത് വളരെ വലിയ ഒരു കാര്യമായി. തീർച്ചയായും അടുത്ത പ്രാവശ്യം സ്വല്പം കൂടെ സ്ട്രക്ചർ ചെയ്ത് വരാം. ഇതിപ്പം ആദ്യമായിട്ടാണ് ഷാബു സാർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചൊരു തോന്നുന്നു. പക്ഷെ സാറ് വളരെ മനോഹരമായി കുറെ പാട്ടുകൾ അതിന്റെ ആഴങ്ങളിൽ മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞു ഭയങ്കര മനോഹരമായി. അതാണ് സത്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ തീർച്ചയായിട്ടും വളരെ സന്തോഷം. താങ്ക് യു. അടുത്ത ആഴ്ച ഇതിനേക്കാളും ഗംഭീരമാവും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ സീ യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ബൈ. താങ്ക് യു.